ശ്രീഹരീയം സൃഷ്ടിഭേദങ്ങൾ ദശകം 10. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. വൈകുണ്ഠത്തിൻ അധിപത്തെ അവിടുത്തെ വരം മൂലം വീര്യവാനായി ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങി. സ്ഥാവരങ്ങൾ, പക്ഷികളും മൃഗങ്ങളും തിര്യജാതി, മനുഷ്യരും ദേവഭേദ ജീവജാലവും. മായാബോധം, അഹം, ബുദ്ധി, രാഗകോപഭയാദിയാം പഞ്ചവിധ അജ്ഞാനങ്ങൾ സൃഷ്ടിച്ച ശേഷം അജ്ഞാനത്തെ നീക്കി ശുദ്ധി വരുവതിനായിക്കൊണ്ടു അവിടുത്തെ തൃപ്പാദത്തിൽ ധ്യാനലീലനായി. സനകനെ, സനന്ദനെ, സനാതന മുനിയെയും സനൽകുമാരകനെയും സൃഷ്ടിയും ചെയ്തു. സൃഷ്ടി ചെയ്യാനുള്ള ബ്രഹ്മദേവൻ തൻ്റെ അപേക്ഷയെ നിരസിച്ചു ഭവൽ ഭക്തി രസികരവർ. ബ്രഹ്മകോപം ഒതുക്കിയ സമയത്തു അവിടുത്തെ പൂരികത്തിൻ മധ്യേ നിന്നും മൃഡനുണ്ടായി. സ്ഥാനങ്ങളും നാമങ്ങളും കൽപ്പിക്കുക എന്നു ചൊല്ലി മൃഡനെന്നു രുദ്രനെന്ന നാമവും കിട്ടി. അവിടുത്തെ പ്രേരണയാൽ ബ്രഹ്മദേവൻ രുദ്രനേകി 11 പേരും ചേർന്ന സ്വരൂപങ്ങളും അതിനൊത്ത സ്ത്രീകളെയും സ്ഥാനങ്ങളും നൽകിയിട്ടു പ്രജാസൃഷ്ടി നടത്തുവാൻ അരുളി ചെയ്തു. രുദ്രസൃഷ്ടിയാകുന്നോരാ രുദ്രഗണങ്ങളെ കണ്ടു പത്മസംഭവന ബ്രഹ്മദേവൻ പേടിച്ചു. രുദ്രനോടു ചൊല്ലി, പ്രജാസൃഷ്ടി ഇനി നടത്തേണ്ട, ലോക നന്മയ്ക്കായി ഭവാൻ താപം ചെയ്താലും. അങ്കിരസ, അത്രി, ക്രതു, പുലഹനും പുലസ്ത്യനും മരീചിയും വസിഷ്ഠനും സാക്ഷാൽ ദക്ഷനും ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നാവിർഭാവം ചെയ്തു ദേവ അവിടുത്തെ പാദദാസൻ ശ്രീനാരദനും. സൃഷ്ടിച്ചല്ലോ കർദമാനെ ധർമ്മദേവാദികളെയും കാമപരവശനായി സരസ്വതിയിൽ. അവിടുത്തെ പ്രേരണയാൽ അജ്ഞാനവും നശിച്ചല്ലോ, നാൻമുഖനാം ബ്രഹ്മദേവൻ പിന്മാറിയല്ലോ. വേദങ്ങളും പുരാണങ്ങൾ, ശിക്ഷാകൽപ്പം, വ്യാകരണം, ജ്യോതിഷാദി വിദ്യകളും നിർമ്മിച്ചു ദേവൻ. അവയെല്ലാം പുത്രന്മാരെ ഏൽപ്പിച്ചല്ലോ നാൻമുഖനും അവിടുത്തെ പാദങ്ങളിൽ അഭയം തേടി. സൃഷ്ടി വർദ്ധിപ്പിക്കാനായി സൃഷ്ടികർത്താവായ ദേവൻ സൃഷ്ടി ചെയ്തു മനുവിനെ ശതരൂപയെ. അവർ വഴി മനുഷ്യൻ്റെ വംശവർദ്ധനവു ചെയ്യാം. ഗോവിന്ദ, നീ എൻ്റെ രോഗം മാറ്റിത്തരണേ. നാരായണ 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 വാതാലയേശ.